ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. വ്യവസായങ്ങളുടെ വിപുലീകരണമാണ് വടക്കുകിഴക്കൻ മേഖലയിലെ വികസനത്തിന്റെ അടുത്ത ഘട്ടമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും പശ്ചിമ ബംഗാളിലുമായി 1.5 ലക്ഷം കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ഇന്റർനെറ്റ് വേഗത വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൾട്ടി പ്രോട്ടോകോൾ ലേബൽ സ്വിച്ചിംഗ് റൂട്ടർ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പുറത്തിറക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബഹുജൻ സമാജ്വാദി പാർട്ടി തനിച്ചു മത്സരിക്കുമെന്ന് അധ്യക്ഷ മായാവതി. കേരള സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത വർദ്ധിപ്പിച്ചു. ധർമ്മശാല ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. പാവപ്പെട്ടവരുടെ വികസനത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാവപ്പെട്ട ഒരാൾ പോലും പട്ടിണി കിടക്കാൻ ഈ സർക്കാർ അനുവദിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമബംഗാളിലെ സിലിഗുഡിയിൽ 4500 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. मेरे गरीब परिवार कितनी बड़ी चिंता से घिरे हुए थे, इसलिए मोदी ने देश के अपने परिवारजनों को मुफ्त राशन देने की योजना शुरू की, क्योंकि मेरा मकसद यही था किसी भी गरीब का बच्चा रात को भूखा सोना नहीं चाहिए, किसी गरीब का घर का चूल्हा बुझना नहीं चाहिए. റെയിൽവേ വൈദ്യുതീകരണ പദ്ധതികൾ, പാത ഇരട്ടിപ്പിക്കൽ പദ്ധതികൾ എന്നിവ രാഷ്ട്രത്തിന് സമർപ്പിച്ചതിന് പുറമെ സിലിഗുഡിക്കും രാധികാപൂരിനുമിടയിൽ പുതിയ പാസഞ്ചർ ട്രെയിൻ സർവീസ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. ദക്ഷിണേഷ്യയിലെയും കിഴക്കൻ ഏഷ്യയിലെയും രാജ്യങ്ങളുമായി ഇന്ത്യയുടെ വ്യാപാര വിനോദസഞ്ചാര ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള കരുത്തുറ്റ ഇടനാഴിയായി വടക്കുകിഴക്കൻ മേഖല ഉയർന്നുവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മണിപ്പൂർ, മേഘാലയ, നാഗാലാന്റ്, സിക്കിം, ത്രിപുര, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ഏകദേശം 55,600 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് ഇന്ന് അദ്ദേഹം തുടക്കം കുറിച്ചു. വിശദാംശങ്ങളിലേക്ക്. കിഴക്കൻ മേഖലയിൽ റെയിൽ, റോഡ്, ആരോഗ്യം, പാർപ്പിടം, വിദ്യാഭ്യാസം, അതിർത്തി അടിസ്ഥാന സൌകര്യങ്ങൾ, ഐടി, വൈദ്യുതി, എണ്ണ, വാതക മേഖലകൾ എന്നിവയുമായി ബന്ധപ്പെട്ട 55,600 കോടി രൂപയുടെ പദ്ധതികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ചത്. മേഖലയിലെ വ്യവസായങ്ങളുടെ വിപുലീകരണമാണ് വികസനത്തിന്റെ അടുത്ത ഘട്ടമെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ മേഖലയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ വിവിധ ആധുനിക അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അരുണാചൽ പ്രദേശിലെ ദിബാംഗ് വിവിധോദ്ദേശ ജലവൈദ്യുത പദ്ധതി, തവാങ്ങിലെ എല്ലാ കാലാവസ്ഥയിലുമുള്ള ഗതാഗത സൌകര്യം ഉറപ്പാക്കുന്ന സെലെ തുരങ്കം, വ്യാവസായിക വികസനത്തിനായുള്ള ഉന്നതി പദ്ധതി തുടങ്ങിയവ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചു. അസമിലെ ജോർഹാട്ടിൽ 18,000 കോടി രൂപയുടെ നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനവും സമർപ്പണവും പ്രധാനമന്ത്രി നിർവഹിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം നിർമ്മിച്ച 5,50,000-ലധികം വീടുകളുടെ ഗൃഹപ്രവേശന ചടങ്ങിലും പ്രധാനമന്ത്രി ഓൺലൈനായി പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായ അസമിലെ കാസിരംഗ ദേശീയോദ്യാനം സന്ദർശിച്ചു. വനിതാ ഫോറസ്റ്റ് ഗാർഡുകളുടെ സംഘമായ വനദുർഗയുമായി പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തി. ദേശീയപാത 66ന്റെ ഭാഗമായ തലശ്ശേരി മാഹി ബൈപ്പാസ് റോഡിന്റെയും മുക്കോല മുതൽ കേരള തമിഴ്നാട് അതിർത്തി വരെ നിർമ്മിച്ച റോഡിന്റെയും ഉദ്ഘാടനം തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദൂര ദൃശ്യ സംവിധാനത്തിലൂടെ നിർവഹിക്കും. ഉദ്ഘാടനത്തിന് മുന്നോടിയായി മാഹി ബൈപ്പാസ് റോഡ് ട്രയൽ റണ്ണിനായി തുറന്നുകൊടുത്തു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൾട്ടി പ്രോട്ടോകോൾ ലേബൽ സ്വിച്ചിംഗ് റൂട്ടർ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ബംഗളൂരുവിൽ പുറത്തിറക്കി. ഇന്റർനെറ്റ് കണക്ടിവിറ്റിയുടെ വേഗത വർദ്ധിപ്പിക്കാനും രാജ്യത്തിന്റെ ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനും പദ്ധതി ഗുണകരമാകും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബഹുജൻ സമാജ്വാദി പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പാർട്ടി അധ്യക്ഷ മായാവതി അറിയിച്ചു. തെരഞ്ഞെടുപ്പ് സഖ്യങ്ങളോ മൂന്നാം മുന്നണിയോ രൂപീകരിക്കുമെന്ന അഭ്യൂഹങ്ങൾ പൂർണ്ണമായും തെറ്റാണ്. ഉത്തർപ്രദേശിൽ ബിഎസ്പിയുടെ നില ശക്തമാണെന്നും അവർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പിന്നാക്ക ജനവിഭാഗങ്ങളുടെയും പാവപ്പെട്ടവരുടെയും ക്ഷേമത്തിനായി പ്രവർത്തിക്കാൻ ബിജെപിക്ക് മാത്രമേ കഴിയൂ എന്ന് പട്നയിലെ പാലിഗഞ്ചിൽ നടന്ന പൊതുയോഗത്തിൽ മുതിർന്ന ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത് ഷാ അവകാശപ്പെട്ടു. വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കി പ്രധാനമന്ത്രി അക്കാര്യം തെളിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. മോദി സർക്കാർ എല്ലാ വാഗ്ദാനങ്ങളും നിറവേറ്റിയെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പാവപ്പെട്ട 25 കോടി ജനങ്ങളെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലെത്തിക്കാൻ സർക്കാരിന് കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഭാരത് വികാസ് ഡയറി എല്ലാ ദിവസവും രാത്രി 8-ന് പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
തിരുവനന്തപുരം വർക്കലയിൽ ഫ്ളോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകർന്ന് അപകടം 15 പേർക്ക് പരിക്കേറ്റു. ശക്തമായ തിരമാലയിൽ ഫ്ളോട്ടിംഗ് ബ്രിഡ്ജ് ഉയർന്നു പൊങ്ങിയാണ് അപകടമുണ്ടായത്. തിരമാല ശക്തമായിട്ടും ആളെ കയറ്റിയതാണ് അപകട കാരണമെന്ന് ലൈഫ് ഗാർഡ് പറഞ്ഞു. അപകടസ്ഥലം കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ സന്ദർശിച്ചു. കേരള സംസ്ഥാന സർവീസ് ജീവനക്കാർക്കും അധ്യാപകർക്കും കേന്ദ്ര സർവീസ് ഉദ്യോഗസ്ഥർക്കുമടക്കം ക്ഷാമബത്ത വർദ്ധിപ്പിച്ചു. ജീവനക്കാരുടെയും അധ്യാപകരുടെയും ക്ഷാമബത്ത 7 നിന്ന് 9% ഉയർത്തി. വിരമിച്ച വിവിധ വിഭാഗങ്ങൾക്കുള്ള ക്ഷാമാശ്വാസം ഉയർത്തിയതായും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ച് കേരള സർക്കാർ. ഈ ആവശ്യമുന്നയിച്ച് സിദ്ധാർത്ഥിന്റെ കുടുംബം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടിരുന്നു. ധർമ്മശാലയിൽ ഇംഗ്ലണ്ടിനെതിരായ 5ാമത്തെയും അവസാനത്തെയും ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ഇന്നിംഗ്സിനും 64 റൺസിനുമാണ് ഇന്ത്യയുടെ ജയം. ജയത്തോടെ 4-1 ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. വിശദാംശങ്ങളിലേക്ക്. ആദ്യ ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിനെ 218 റൺസിനാണ് ഇന്ത്യ പുറത്താക്കിയത്. ഒന്നാം ഇന്നിംഗ്സിൽ ഇന്ത്യ 477 റൺസ് എടുത്തു. ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും ശുഭ്മൻ ഗില്ലും സെഞ്ചുറി നേടി. 259 റൺസിന്റെ ലീഡ് വഴങ്ങിയ ഇംഗ്ലണ്ട് രണ്ടാം ഇന്നിംഗ്സിൽ 195 റൺസിന് പുറത്താവുകയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ കുൽദീപ് യാദവും രണ്ടാം ഇന്നിംഗ്സിൽ ആർ അശ്വിനും 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി. ബാറ്റിംഗിലും മികവ് പുലർത്തിയ കുൽദീപ് യാദവാണ് കളിയിലെ താരം. ആകെ 712 റൺസ് എടുത്ത യശസ്വി ജയ്സ്വാൾ പരമ്പരയുടെ താരമായി. അതിനിടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ 700 വിക്കറ്റുകൾ എന്ന നേട്ടം ഇംഗ്ലീഷ് പേസർ ജെയിംസ് ആൻഡേഴ്സൺ സ്വന്തമാക്കി. 700 വിക്കറ്റുകൾ സ്വന്തമാക്കുന്ന ആദ്യ പേസ് ബോളറാണ് ആൻഡേഴ്സൺ. ന്യൂസ് ഡെസ്ക് ആകാശവാണി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടത്തിനായി സർവീസസും ഗോവയും ഏറ്റുമുട്ടുന്നു. ഇറ്റാനഗറിലെ ഗോൾഡൻ ജൂബിലി സ്റ്റേഡിയത്തിലാണ് മത്സരം. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഗുജറാത്ത് ജയന്റ്സും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുന്നു. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലാണ് മത്സരം. സ്കൂൾ അധ്യാപക വിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുന്നതിനുള്ള വിവിധ സംരംഭങ്ങൾക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. വികസിത ഭാരതം എന്ന ആശയത്തിലേക്ക് രാജ്യം എത്തിച്ചേരണമെങ്കിൽ തൊഴിൽ രംഗത്ത് തുല്യമായ സ്ത്രീ പുരുഷാനുപാതം ആവശ്യമാണ്. മാറിവരുന്ന ലോകത്തിനനുസരിച്ച് രാജ്യത്തെ തൊഴിൽ ഘടനയിൽ മാറ്റം വരുത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോളതലത്തിൽ അസംസ്കൃത എണ്ണയ്ക്കുണ്ടായ വിലക്കയറ്റം ഇന്ത്യയെ കാര്യമായി ബാധിച്ചിട്ടില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. 2020-22 കാലയളവിൽ അന്താരാഷ്ട്ര വിപണിയിൽ ഗാർഹിക പാചകവാതക വില 303% വർദ്ധിച്ചപ്പോൾ രാജ്യത്ത് 72% വർധന മാത്രമാണ് രേഖപ്പെടുത്തിയതെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഡൽഹി സർവകലാശാലയിലെ ശ്രീറാം കോളേജ് ഓഫ് കൊമേഴ്സിലെ വിവിധോദ്ദേശ സ്റ്റേഡിയത്തിന് മുൻ കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയുടെ പേര് നൽകി. രാഷ്ട്രനിർമ്മാണത്തിന് ജെയ്റ്റ്ലി നൽകിയ സംഭാവനകളെയും പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ കോളേജിനോടുള്ള അദ്ദേഹത്തിന്റെ താൽപര്യത്തെയും സ്മരിക്കുന്നതിനാണ് സ്റ്റേഡിയത്തിന് ഈ പേര് നൽകിയത്. നാമകരണ ചടങ്ങിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ മുഖ്യാതിഥിയായിരുന്നു. ന്യൂസിലാന്റ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ വിൻസ്റ്റൺ പീറ്റേഴ്സിന്റെ 4 ദിവസത്തെ ഇന്ത്യാ സന്ദർശനം നാളെ ആരംഭിക്കും. അഹമ്മദാബാദ്, ന്യൂഡൽഹി എന്നിവിടങ്ങൾ അദ്ദേഹം സന്ദർശിക്കും. ചൊവ്വാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി ന്യൂസിലാന്റ് ഉപപ്രധാനമന്ത്രി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തെ കർഷകരെ ശാക്തീകരിക്കുന്നതിന്റെ ഭാഗമായി ന്യൂഡൽഹിയിലെ കൃഷിഭവനിൽ ഏകീകൃത കാർഷിക നിയന്ത്രണ കേന്ദ്രം ആരംഭിച്ചു. കേന്ദ്ര കൃഷിമന്ത്രി അർജുൻ മുണ്ട ഉദ്ഘാടനം ചെയ്തു. കർഷകരെ സ്വയം പര്യാപ്തമാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ കേന്ദ്രം ആരംഭിച്ചത്. 2047ഓടെ ഇന്ത്യയെ വികസിത രാജ്യമാക്കി മാറ്റുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി വികസിത് ഭാരത് സങ്കൽപ് അഭിയാന്റെ ഭാഗമാകാൻ രാജ്യത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. ബംഗളൂരുവിൽ യുവാക്കളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പോഷൻ പക്ഷാചരണത്തിന് തുടക്കമായി. ഈ മാസം 23 വരെയാണ് പരിപാടി. ഗർഭിണികളായ സ്ത്രീകളുടെ ആരോഗ്യവും പോഷണവും സംബന്ധിച്ച ബോധവൽക്കരണം ഉൾപ്പെടെയുള്ളവ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാളുകൾ ബാക്കി നിൽക്കെ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ സുരേഷ് പച്ചൌരി ബിജെപിയിൽ ചേർന്നു. പച്ചൌരിക്കൊപ്പം ധാറിലെ മുൻ എംപിയും മധ്യപ്രദേശിലെ കോൺഗ്രസ് ഉപാധ്യക്ഷനുമായ ഗജേന്ദ്ര സിംഗ് രാജുഗേഠി, മുൻ എംഎൽഎമാരായ സഞ്ജയ് ശുക്ല, വിശാൽ പട്ടേൽ, അർജുൻ പാലിയ, ഭോപ്പാൽ കോൺഗ്രസ് മുൻ ജില്ലാ പ്രസിഡന്റ് കൈലാഷ് മിശ്ര എന്നിവരും ബിജെപിയിൽ ചേർന്നു. ഇന്ത്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് മയക്കുമരുന്ന് കടത്ത് ശൃംഖലയിലെ മുഖ്യ പങ്കാളി ജാഫർ സാദിഖിനെ പിടികൂടിയതായി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വ്യവസായങ്ങളുടെ വിപുലീകരണമാണ് വടക്കുകിഴക്കൻ മേഖലയിലെ വികസനത്തിന്റെ അടുത്ത ഘട്ടമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും പശ്ചിമ ബംഗാളിലുമായി 1.5 ലക്ഷം കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. ഇന്റർനെറ്റ് വേഗത വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൾട്ടി പ്രോട്ടോകോൾ ലേബൽ സ്വിച്ചിംഗ് റൂട്ടർ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പുറത്തിറക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബഹുജൻ സമാജ്വാദി പാർട്ടി തനിച്ച് മത്സരിക്കുമെന്ന് അധ്യക്ഷ മായാവതി. കേരള സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത വർദ്ധിപ്പിച്ചു.
ധർമ്മശാല ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനൽ മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.